നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇറങ്ങി പോടാ. ഇറങ്ങി പോടെ. മേലായി ഹൈറേഞ്ച് കണ്ടുപോറ നിന്നെ. ഒരു തീരാനോണരുന്നു അറിയാതെ മിഴിമീരിൻ പൂതിരുന്നു പറയാതെ ഒരു തീരാനോണരുന്നു അറിയാതെ മിഴിമീരിൻ പൂതിരുന്നു പറയാതെ ഹലോ അങ്കിൾ. ഹലോ ജീവ, നീ എവിടെയാ? ഞാനിവിടെ കോളേജിന്റെ അടുത്തുണ്ട്. എന്താ കാര്യം? എനിക്കിതിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. അതിനെന്താ, ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരാം. ഏയ്, അത് ശരിയാവില്ല. ഞാൻ അങ്ങോട്ട് വരാം. നീ ക്യാമ്പസിൽ ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല, ഒരു കാര്യം ചെയ്യാം അങ്കിൾ, ഞാൻ ടൗണിലുണ്ടാവും. അങ്കിൾ എത്തുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ശരി. എങ്ങോട്ടാ? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. അതിലെനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്നെ പ്രശ്നക്കാരനാക്കിയത് നീയാ. ഞാനോ? നന്നായിട്ട് ആലോചിച്ച് തന്നെയാണോ പറയുന്നത്? ഇന്നെന്താ, കള്ള അകത്ത് ചെല്ലുന്നതിന് മുൻപ് ബോധം പോയോ? വഴിമാറി അങ്ങോട്ട്. ഞാൻ ഇന്ന് വരെ ആർക്കും വഴിമുടക്കി നിന്നിട്ടില്ല. ഇനി അങ്ങോട്ടത് വേണ്ട. ശ്രീനിക്ക് എന്താ പറ്റിയേ? കാണാതെ പോയത് ശ്രീനിയുടെ മകളെ മാത്രമല്ല, പൂജ എന്റെ കൂടി മകളാ. എന്നിട്ട് ഞാൻ ഇങ്ങനെയുള്ള പരാക്രമങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ. അതിന് നിനക്ക് അവളോടൊന്ന് കമ്മിറ്റ്മെന്റ് ഉള്ളേ? പേറ്റിട്ടു എന്നല്ലാതെ. ചെയ്തതിന്റെയൊക്കെ കണക്കുകളൊന്നും ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടില്ല. എന്നാ ഇനിയാവാം. തിരികെ വരുമ്പോ ഞാൻ നിനക്ക് നോട്ട്ബുക്കും കൂടെ വാങ്ങിക്കൊണ്ടുവരാം. മാറി നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്ലാനിങ്ങിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു. പുഷ്പം പോലെ അവനെ പുറത്താക്കി. ഇനി എത്രയും പെട്ടെന്ന് അവളെ എനിക്ക് സ്വന്തമാക്കണം. എന്റെ നമ്പടി, കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ അവനെ പുറത്താക്കിയതുപോലെ അത്രയ്ക്ക് എളുപ്പമല്ല അകത്തേക്ക് കയറുന്ന കാര്യം. അവളുടെ മനസ്സിനകത്ത് കയറുന്ന കാര്യമാണ് പറഞ്ഞത്. ഓ, അതിപ്പോ എന്നതാന്നേ ഇത്ര വലിയ ആനക്കാര്യം? അത് ആനക്കാര്യം തന്നെയാ. നമ്മുടിക്ക് ഈ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം അറിയാത്തതുകൊണ്ടാ. ആണുങ്ങളെ പോലെയല്ല, അവരുടെ മനസ്സ് തുറക്കാനും അടയ്ക്കാനും അവര് തന്നെ വിചാരിക്കണം. അച്ചായൻ പറയുന്ന കേട്ടാ തോന്നും ഈ കണ്ട പെണ്ണുങ്ങളൊക്കെ മനസ്സ് തുറന്നതും അടച്ചതും അവരുടെ ഇഷ്ടപ്രകാരമാണ്. എന്റെ അച്ചായ, തുറക്കാത്തുളുമാറെല്ലാം മനസ്സ് നമ്മൾ ചവിട്ടി തുറന്നല്ലേ അകത്ത് കയറിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇവളും പെണ്ണാണല്ലോ. വേറെ വഴിയില്ലാന്ന് വന്നാൽ ഏത് പെണ്ണും പത്തിയൊന്നും അടക്കും. അവൾക്ക് വേറെ വഴിയുണ്ടല്ലോ. നമ്മൾ ഇതുവരെ കണ്ടതുപോലെയുള്ള ഒരു സാധാരണ പെണ്ണല്ല പൂജ. ഇവക്കെന്നാ കൊമ്പുണ്ടോ? ഉണ്ട്, കൊമ്പുണ്ട്. അവളുടെ അച്ഛനും അമ്മയും ചില്ലറക്കാരല്ല. 2 IAS-കാരുടെ മകളാണ് അവളെന്ന് നമ്മൾ ഓർക്കണം. ഓ പിന്നെ, നമ്മൾ കാണാത്തവരാണ് ഈ IAS-കാരെ. എന്റെ അച്ചായ, നമ്മുടെ കോശാന്റെ വീട്ടിലും ഓഫീസിലും ഒക്കെ ഒരു അസംബ്ലി സീറ്റ് എങ്കിലും കിട്ടുമെന്ന് ചോദിച്ചോണ്ട് എത്ര IAS-കാരാണെന്നറിയോ തിണ്ണ നിരങ്ങി നടക്കുന്നത്. പണ്ടത്തെ പോലൊന്നും അല്ല ചായ. ഇപ്പൊ ഈ സിവിൽ സർവീസുകാർക്ക് പഴയ ഡിമാൻഡൊന്നും ഇല്ല ചായ. അതൊക്കെ നമുക്ക് തോന്നുന്നതാ. കാര്യത്തോടടുക്കുമ്പോ അറിയാം ഓരോന്നിന്റെ മണവും ഗുണവും. അപ്പൊ അച്ഛാ എന്നായി പറയുന്നേ? ഈ പെണ്ണിനെ ഇങ്ങനെ ആയുഷ്കാലം തീറ്റ കൊടുത്ത് നമ്മളിങ്ങനെ സംരക്ഷിച്ചോണ്ടിരിക്കാന്ന് എന്ന് ഞാൻ പറഞ്ഞോ? തീറ്റ കൊടുക്കണം അടുത്ത പെരുന്നാൾ വരെ.
എടോ നമ്പടി വെട്ടുമ്പോ മുതലാവണ്ടേ? അരത്തൂക്ക് ഇറച്ചി കിട്ടിയിട്ട് ആർക്ക് എന്നാവാനാ? വെട്ടുകൂലിയെങ്കിലും കിട്ടണ്ടേ? ആ അത് വേണം. ആ എന്നാ പിന്നെ തൽക്കാലം താനൊന്ന് ക്ഷമിക്കും. എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. തൽക്കാലം താൻ ചുമ്മാ കണ്ണടച്ചിന് എന്റെ കൂടെ അങ്ങ് നിന്നേച്ചാ മതി. എന്നതാ വേണ്ടതെന്ന് സമയാസമയത്ത് ഞാൻ പറയാം. എന്നാ കണ്ണടച്ചതേ ഇപ്പോഴേ നിൽക്കുന്നു. ഞാൻ ചെയ്തത് ശരിയാണോ ചേട്ടത്തി? എന്നോടല്ല മോളെ, കർത്താവിനോടാ നീ ചോദിക്കേണ്ടത്. ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് നമ്മൾ മനുഷ്യരല്ലല്ലോ. മോക്കെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? എന്തോ അറിയില്ല ചേട്ടത്തി. ആദ്യം അങ്ങനെ ചെയ്യുമെന്നൊരു സംശയം. സംശയം വന്നാൽ അത് മാറ്റുക തന്നെ വേണം. എങ്ങനെ? ഈ അവസ്ഥയില് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ദൈവം അതിനൊരു വഴി തുറന്നു തരും. ഏട്ടത്തി ഇവിടെ വന്നിരിക്കായിരുന്നോ? അപ്പുറത്ത് മുതലാളി അന്വേഷിക്കുന്നു. ഞാനിപ്പോ വരാം മോളെ. ഏട്ടത്തി എന്തേ, മുതലാളി അങ്ങ് താഴെയാണോ? മുതലാളിയല്ല വിളിച്ചത്, ഞാനാ. എന്തിന്? ഒരുമാതിരി വൃത്തിയേട് കാണിക്കില്ലെന്ന് പറയാൻ. ഓനച്ചൻ കാര്യം തെളിച്ചു പറ. ഒന്നും അറിയത്തില്ലല്ലേ? അറിയാത്തോണ്ടല്ലേ ചോദിച്ചത്. ആ പെണ്ണിനെ ഉപദേശിക്കാൻ പാടില്ലെന്ന് 1000 തവണ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ ഉപദേശിച്ചൊന്നുമില്ലല്ലോ. അത് നിങ്ങൾ പറഞ്ഞാ മതിയോ? ഞാൻ കേട്ടതല്ലേ. എന്നാ കേട്ടൂന്ന്? ആ കൊച്ചനോട് ചോദിച്ചു ഏട്ടത്തി ഞാൻ ചെയ്തത് ശരിയാണോന്ന്. ഞാൻ അതിനോട് പറഞ്ഞു നീ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, പോയി കർത്താവിനോട് ചോദിക്കാൻ. അതിനിപ്പോ എന്താ ഒരു തെറ്റ്? സത്യക്രിസ്ത്യാനികളായ നമ്മൾ ഇങ്ങനെയല്ലേ മറ്റുള്ളവരെ ഉപദേശിക്കുന്നേ? ഈടായിട്ട് ക്ലാരേറ്റത്തിക്ക് വാല് മുളച്ചിട്ടുണ്ട്. സാരമില്ല, മുതലാളി അത് മുളയിലെ നുള്ളി കളഞ്ഞോളൂ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നോക്കിയും കണ്ടും നിന്നില്ലെങ്കിൽ ശവം പോലും ഈ ബംഗ്ലാവിൽ നിന്ന് പുറത്തു പോവില്ല.